friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും 2 ചേരുവകൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എന്നോട് കുറേ പേരായി ചോദിക്കുന്നു, ഒരു കേക്കിൻ്റെ റെസിപ്പിയുടെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതൊന്നും ഉപയോഗിക്കാതെ, ബട്ടർ, അതുപോലെ ഗീ, ഓയിൽ ഇതൊന്നും ഉപയോഗിക്കാതെ എങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്തത്. വെറും 2 കാര്യങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ, എന്നാൽ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അതിനായിട്ട് എടുക്കേണ്ടത് ഈ ഒരു ബിസ്ക്കറ്റാണ്. ബോർബോൺ എന്നൊക്കെ പറയും, ബോർബൺ എന്നൊക്കെ പറയും ഈ ബിസ്ക്കറ്റിനെ. അപ്പോൾ ഈ ബിസ്ക്കറ്റാണ് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയത് കേട്ടോ. ഞാൻ പല ബിസ്ക്കറ്റ്സും വെച്ചും ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനൊക്കെ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർക്കേണ്ടതായി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട, അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ, ഈനോ ഇതൊന്നും ചേർക്കേണ്ട. പാലും ഈ ഒരു ബിസ്ക്കറ്റ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഈ ഒരു ബിസ്ക്കറ്റ് ചെറുതായിട്ട് ഒന്ന് വെച്ച് നുറുക്കി അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക, പൊട്ടിച്ചു കൊടുക്കുക മിക്സിയുടെ ചെറിയ ജാറിനകത്തോ വലിയ ജാറിനകത്തോ, കാരണം നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വരണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അത് നോക്കിക്കാൻ നല്ല പൗഡറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനത് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് പൊടിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ചെറിയ ജാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ ജാറാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ചെറിയ ജാറിലായതുകൊണ്ട് 2 തവണ ബാച്ചായിട്ടാണ് ഞാനിതൊന്ന് അടിച്ചെടുക്കുന്നത്. അങ്ങനെ ഇതാ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടികളൊക്കെ ഇവിടെ റെഡിയാണ്. കണ്ടോ, നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ തരികളില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ചേർക്കാനുള്ളത് തിളപ്പിച്ച് ചൂട് ആറിയിട്ടുള്ള പാല്. ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള പാലാണ്. ഈ പാല് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം. ഇതിന് പാലിനൊരു അളവ് പറയുന്നില്ല. നമ്മൾ എടുക്കുന്ന ബിസ്ക്കറ്റിൻ്റെ ആ ഒരു അത് എത്രമാത്രം ആ പാല് കുടിക്കുന്നു എന്നുള്ളതിലൊക്കെ അതിലൊക്കെ അളവിലൊക്കെ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പോളം ഉള്ള പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ആദ്യം എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കേണ്ട. ആദ്യം കുറച്ച് പാൽ ഒഴിക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കുക. അപ്പോൾ ആ ഒരു കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ നമുക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ കൺസിസ്റ്റൻസി, ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. നല്ല ക്രീമി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഇതിനകത്ത് വേറെ ഇനി ഒന്നും ചേർക്കുന്നില്ല. പഞ്ചസാര പോലും ചേർക്കേണ്ട കാര്യമില്ല, കാരണം ഈ ബിസ്ക്കറ്റിന് അത്യാവശ്യം മധുരം ഉള്ളതാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്ന് ഉണ്ടെങ്കിൽ ചേർത്തോളൂ, പക്ഷെ ഞാൻ ചേർക്കുന്നില്ലേ. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇത് ചായപാത്രത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ചായപാത്രമോ സ്റ്റീൽ പാത്രമോ നമ്മുടെ വീട്ടിൽ ഉള്ള ഏത് പാത്രത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈവൻ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, ഈ കുപ്പി ഗ്ലാസ്, ചില്ല് ഗ്ലാസ്, അത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൽ. ഇനി ഞാൻ ഇതിനകത്ത് അല്പം എണ്ണ ഒന്ന് പരട്ടി കൊടുക്കുന്നുണ്ട്, പെട്ടെന്നൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊട്ടും തന്നെ ഒട്ടുപിടിക്കാത്ത ഒരു കേക്കാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒന്ന് ചെറുതായിട്ട് തട്ടി കൊടുക്കും വേണേ, കാരണം ഇതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിന് ഓവനൊന്നുമല്ല, ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാത്രം നമുക്ക് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചൂടാക്കിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാനത് വെള്ളം ഒന്ന് തളിച്ച് കാണിച്ചു തരാം എത്രത്തോളമാണ് ഇതിൻ്റെ ചൂടെന്ന്. കണ്ടോ, ഞാൻ വെള്ളമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ വറ്റിപ്പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ അതിനകത്ത് വെച്ച് മൂടി വെക്കുക. മൂടി വെക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഒക്കെ മൂടികയ്ക്ക് ഇപ്പോൾ ചെറുതായിട്ടൊരു ഇതുപോലത്തെ ഒരു ഓട്ട കാണും. അപ്പോൾ അതൊന്ന് പേപ്പർ വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് പേപ്പറോ ഫോയിൽ പേപ്പറോ വെച്ചിട്ടൊന്ന് മൂടിക്കൊടുക്കാം. ഇനി നമുക്കിതാ ഞാനിപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റാണ് ലോ ഫ്ലെയിമിൽ, ഒരു 10 മിനിറ്റും 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലും, അങ്ങനെ മൊത്തം 15 മിനിറ്റ് ഞാൻ ഈ കേക്ക് ഇതുപോലെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് സ്ക്വയർ വെച്ചൊന്ന് കുത്തി നോക്കിയായിരുന്നു. ഒന്നും കൂടെ ഞാൻ കാണിക്കാം. ഇതാ സ്ക്വയർ ഒന്ന് കുത്തിയെടുക്കുക. അപ്പോൾ വളരെ നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഉള്ളൊക്കെ വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു, കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരട്ടെ. കണ്ടോ, ഒട്ടും തന്നെ കയ്യിൽ നമ്മുടെ ഒട്ടി പിടിക്കുകയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, വളരെ ക്ലീൻ ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇതാ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലോട്ടൊന്ന് മറിച്ചിടാം.
അങ്ങനെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നെയ്യ്, ബട്ടർ, ഓയിൽ ഇതൊന്നും ചേർക്കാതെ, പഞ്ചസാര ഇതൊന്നും ചേർക്കാത്ത നല്ലൊരു അടിപൊളി കേക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ മേടിച്ച് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ബിസ്ക്കറ്റ് വെറുതെ കൊടുക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ഹെൽത്തി ആയിട്ടുള്ളത് ഇങ്ങനെ കൊടുക്കുന്നതാണ്. അല്പം പാലും ഒക്കെ ചെല്ലുമല്ലോ കുഞ്ഞുങ്ങളുടെ വയറ്റിൽ. അപ്പോൾ ഇത് വലിയ രീതിയിലൊന്നും വിണ്ട് കീറിയിട്ടും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നല്ല ക്ലീനായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ അളവ് ഞാൻ പറഞ്ഞില്ല, 256 ഗ്രാമോളം ഉള്ള പാക്കറ്റിൻ്റെ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തത്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അകം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്. ശരിക്കും ഒരു ചോക്ലേറ്റ് കേക്കൊക്കെ നമ്മൾ കഴിക്കത്തില്ലേ, അതേ ഫീലിങ്ങും അതേ ടെക്സ്ചറൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാവരും ഈ ഒരു ബോർബോൺ ബിസ്ക്കറ്റ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, ഒട്ടും നിരാശപ്പെടേണ്ടി വരില്ല. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.